ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഇതുപോലത്തെ ഫ്രണ്ടിൽ ഇതുപോലത്തെ മണ്ണുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലത്തെ കുറച്ച് മണലുണ്ട്. അപ്പോൾ ഞാൻ മണലെടുത്തിട്ടുണ്ട്. നമുക്ക് കല്ലൊന്നും ഇല്ലാത്ത മണൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനത്തെ കുറച്ച് മണലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇതുപോലത്തെ സി ഡി ഉണ്ടല്ലോ, സി ഡിയിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ കുറേ സി ഡി ഇപ്പോൾ വേസ്റ്റാക്കി കളയാനുണ്ടാകും. നമ്മുടെ വീട്ടിലൊക്കെ DVD പ്ലെയറും CD പ്ലെയറൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ കുറേ CD മേടിച്ച് കൂട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ CD പ്ലെയറൊക്കെ നമ്മൾ കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡെക്കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ആ മണൽ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനൊന്നും ഇട്ട് കൊടുക്കണില്ല. എന്നിട്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കക്കുകൾ ഇതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് ഞാൻ പക്ഷേ ഒരു ബീച്ചിൽ പോയപ്പോൾ പെറുക്കിയെടുത്താണ് കേട്ടോ. പെറുക്കിയെടുത്ത കുഞ്ഞു കുഞ്ഞിതാണ്. പിന്നെ എൻ്റെ ഏട്ടൻ സൗദിയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കുറച്ച് കക്കകൾ കൊണ്ടു തന്നു. ഞാൻ ഇതുപോലത്തെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആളവിടെ നിന്ന് കുറേ കക്ക പറക്കി, എനിക്ക് തോന്നുന്നു 1 കിലോ കൂടുതൽ കക്ക പറക്കി കൊണ്ടു തന്നിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കക്കകളാണ് കൊണ്ടു തന്നേക്കണേ. ആ കക്കകളൊക്കെ ഞാനൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടംപടി കക്ക ഉണ്ട്, കുഞ്ഞു കുഞ്ഞ് നല്ല ഭംഗിയുള്ള കക്കകൾ. അപ്പോൾ ഞാൻ ആ കക്കയൊക്കെ ഇതുമേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. നമ്മുടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തേക്കണേ. എന്നിട്ട് ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് ആ ബാക്കി മണ്ണൊക്കെ ഉള്ള ഭാഗം ഒന്ന് കളയാൻ കേട്ടോ, ഇങ്ങനെ തൂത്ത് കളയാണ്. അപ്പോൾ ആ മണ്ണൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ആ സ്പോഞ്ചിൽ നിന്ന് തന്നെ കുറച്ച് സ്പോഞ്ച് ഞാൻ പിച്ചി പറിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു സ്പോഞ്ചാക്കി എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീച്ച് സൈഡിൽ കുറച്ച് പച്ചപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സ്പോഞ്ച് ഉണ്ടല്ലോ, അത് നമ്മുടെ പാത്രം കഴുകുന്ന ഡിഷ് വാഷിൻ്റെ സ്പോഞ്ചാണ് കേട്ടോ. അതെടുത്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പിച്ചിക്കീറി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക, കളർ കൊടുത്തിട്ട്. അല്ലെങ്കിൽ ഇച്ചിരി കൂടി ഡാർക്ക് കൊടുക്കണമെങ്കിൽ ഇച്ചിരി കൂടി ഡാർക്ക് കളർ കൊടുത്തിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും ഇതുപോലത്തെ CD ഒക്കെ കാണുമല്ലേ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോടാ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരോടാ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. വീട്ടിൽ തന്നെ കിടപ്പുണ്ടാകുമ്പോൾ എവിടെ എല്ലാ വീട്ടിലും എന്തായാലും CD കാണും കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് കളർ കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിനകത്ത് 3 കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബ്ലൂ കളറിൻ്റെ 3 ഷെയ്ഡ്സും പിന്നെ വൈറ്റ് കളറും യൂസ് ചെയ്തിട്ട് ഞാനിതൊന്ന് ബാക്കിയുള്ള ഭാഗം ഒന്ന് ഫില്ലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചേച്ചാണ് ഒഴിക്കണേ. 3 ഭാഗമായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ഇത് ഒഴിച്ച ശേഷം ഞാൻ ബ്രഷ് വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ റെസിനാർട്ട് വെച്ചിട്ടൊക്കെ ഈ ബീച്ച് സൈഡ് കണ്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷേ റെസിനാർട്ട് വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് ഭയങ്കര എമൗണ്ട് ആവും. റെസിൻ വാങ്ങാൻ നല്ല എമൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1-2 പേരോട് ചോദിച്ചു റെസിൻ എങ്ങനെ എമൗണ്ട് കടയിൽ ചോദിച്ചു. അപ്പോൾ നല്ല എമൗണ്ട് വരും. അപ്പോൾ ഞാൻ അത് ഉപേക്ഷിച്ച്. അപ്പോൾ ഞാനത് നമ്മുടെ മെഴുകുതിരിയാണ് എടുത്തേക്കുന്നത്. മെഴുകുതിരി ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ പെയിൻ്റ് അടിച്ചതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിൻ്റെ അത്ര ഭംഗി കിട്ടില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ താഴെയുള്ള കുറച്ച് പെയിൻറ്റിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ അത് എൻ്റെ മേളിലേക്ക് ആക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മെഴുകുതിരി മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലൂ കളറിലും വാക്സ് നമ്മുടെ ക്രയോൺസ് ഉണ്ടല്ലോ, അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്ലൂ കളർ കിട്ടും. അപ്പോൾ അതെൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ പെയിൻറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ കൂടി ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ മെഴുകുമ്പോൾ ആ വൈറ്റ് കളറൊക്കെ ഒന്ന് കവർ ചെയ്ത് കിട്ടും. എന്നിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ടൂള് പിന്നൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് പൊന്തി നിർത്തിക്കുക കേട്ടോ, ഒരു ടെക്സ്ചർ ഉണ്ടാക്കാൻ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരമാല വന്ന് അടിക്കുമ്പോൾ ഒരു വൈറ്റ് കളർ വരുമല്ലോ, ആ വൈറ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുത്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ വെള്ള കളറ് ഇതിൻ്റെ മുകളിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് വൈറ്റ് കളറിലെ ആക്രിലിക് പെയിൻറ്റ് കൊണ്ട് എൻ്റെ മുകളിൽ കൊടുക്കാം കേട്ടോ. കടലിൽ പോകാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. പക്ഷേ എല്ലാവരും ഒന്നും കടലിൽ ഇറങ്ങില്ല അല്ലേ. നമ്മൾ തീരത്ത് നിന്ന് കണ്ടിട്ട് കാലൊക്കെ ഒന്ന് നനച്ചിട്ട് ഒന്നിറങ്ങിപ്പോരും. പക്ഷേ വെള്ളത്തിൽ കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കൊതിയാവും അല്ലേ കുറേ പേര്. ഞാൻ ഇതുവരെ ബീച്ചിൽ പോയിട്ട് ഫുൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കാലൊക്കെ ഒന്ന് നനച്ച് എന്നിട്ട് കയറി പോരാറില്ല അവിടെയൊക്കെ നടന്നിട്ട്. അപ്പോൾ ബീച്ചിൽ പോയിട്ട് ആസ്വദിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് കൊതിയാവാറുണ്ട്, അയ്യോ എനിക്ക് ഇറങ്ങാൻ പറ്റണില്ലല്ലോ എന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് വെള്ള കളർ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കണ്ട. അപ്പോൾ നമ്മുടെ തിരമാല ഇവിടെ സെറ്റായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു തിരമാലകൾ വെച്ചിട്ട് നമുക്ക് ആ കയ്യിലിരിക്കുന്ന സ്പോഞ്ചും കൊണ്ട് തന്നെ ഒന്ന് പഞ്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു ബീച്ച് സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കക്കകളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം, വേണമെങ്കിൽ മുകളിലൊക്കെ ആയിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം, നമ്മുടെ ഇഷ്ടം. അപ്പോൾ എൻ്റെ CD ബീച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം.
അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും പുതിയതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കണമുണ്ടോ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണുണ്ടോ, നിങ്ങൾക്ക് യാതൊരു നഷ്ടവും വരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് അതൊരു വലിയ സപ്പോർട്ടും പ്രചോദനവും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ് വർക്കേഴ്സിന് അത് ഒത്തിരി ഹെൽപ്ഫുള്ളാകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളാരും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബൈ.